സഹോദരി സഹോദരന്മാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പത്തിനു വേണ്ടി നിലവിളിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന് സ്വർഗത്തിൽ നിന്നും മന്ന പോഷിപ്പിച്ചു കൊടുത്ത സീൻ മരുഭൂമിയിൽ നിന്നും 55 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അവർ റഫീഡിം എന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. കുടിക്കുവാൻ വെള്ളമില്ലാത്തതിനാൽ അവർ വീണ്ടും മോശയോട് കലഹിച്ചു തുടങ്ങി. പാറ പിളർന്ന് അവർക്ക് കുടിക്കുവാൻ വെള്ളം കൊടുത്ത ആ മഹത്തായ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുവാനും കേൾക്കുവാനും പോകുന്നത്. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടും അവർക്കാശ്വാസമേ. ആത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. ഞങ്ങളും ഞങ്ങളുടെ മക്കളും മൃഗങ്ങളും ദാഹിച്ച് സാകേണ്ടതിനാണോ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു ജനങ്ങൾ മോശയോട് കലഹിച്ചു. ദൈവം ചെയ്ത നന്മകളെയും അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തെയും മറന്നുപോയ ജനങ്ങൾ കോപനിമിത്തം മോശയെ കല്ലെറിയുവാൻ ഭാവിച്ചു. തീവ്ര ദുഃഖനിമിത്തം മോശ ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, മോശെ, ഈജിപ്തിൽ അത്ഭുതം പ്രവർത്തിച്ച വടിയും എടുത്ത് മൂപ്പന്മാരെയും കൂട്ടി ജനത്തിന്റെ അരികിലേക്ക് ചെല്ലുവിൻ. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്നും പുറപ്പെടും. ഈ കാണുന്നത് മോശ അടിച്ചപ്പോൾ രണ്ടായി പിളർന്ന് വെള്ളം നൽകിയ പാറയാണ്. ഇസ്രയേൽ ജനങ്ങളുടെ ചെങ്കടൽ കടന്ന ശേഷമുള്ള യാത്രയിൽ ഏറ്റവും കഷ്ടത നിറഞ്ഞ ദുഷ്കരമായ ഭാഗം ഇവിടെയായിരുന്നു. വലിയ പർവ്വതനിരകൾ, മലയിടുക്കുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശമാണ് ഇവിടം. സീൻ മരുഭൂമിയിൽ നിന്നും 3 ദശലക്ഷം പേരടങ്ങുന്ന ഒറ്റ സംഘമായി ദോബ്ക എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ നിന്നും ചെറിയ കൂട്ടങ്ങളായി ഓരോ ഘട്ടങ്ങളായി ആലൂഷിൽ എത്തിച്ചേരുന്നു. ആലൂഷിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് റഫീദീമിൽ എത്തുന്നത്. ഇവിടെ എത്തിയപ്പോൾ കുടിക്കുവാൻ വെള്ളമില്ല. ദാഹിച്ചു വലഞ്ഞ ജനങ്ങൾ വെള്ളത്തിനായി മോശയോട് കലഹിക്കുകയും ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശെ ഈ പാറയിൽ അടിക്കുകയും ഇതുപോലെ രണ്ടായി പിളർന്നു ധാരാളം വെള്ളം അവർക്ക് ലഭിക്കുന്നു. 18 മുതൽ 20 മീറ്റർ വരെ ഉയരമുള്ള ഒരു വലിയ ഗ്രാനൈറ്റ് പാറയാണ് ഇത് എന്നാണ് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ പറയുന്നത്. ഇത് നിരവധി നിലകൾ ഉയരമുള്ള പാറക്കൂട്ടത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അനേക ക്രിസ്തീയ വിശ്വാസികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ പിളർന്ന പാറ കാണാൻ വരികയും അറ്റം വരെ കയറി പിളർന്ന പാറയെ തൊടുകയും ചെയ്യുന്നു. എനിക്കും അതിനുള്ളൊരവസരം ലഭിച്ചു. എന്നാൽ ആ ചുമന്ന സർക്കിൾ ഇട്ടിരിക്കുന്ന തട്ടുവരെ കയറിയെങ്കിലും ഏറ്റവും മുകളിൽ വലിയ പാറക്കൂട്ടങ്ങളായതിനാൽ പിളർന്ന പാറയെ തൊടുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തക പ്രകാരം ഈ കാണുന്ന വലിയ പാറയെ അടിക്കാൻ മോശ കയറുമ്പോൾ 80 വയസ്സായിരുന്നു പ്രായം. ഈ പ്രദേശത്ത് തന്നെയാണ് ഉഗ്രന്മാരും യുദ്ധതൽപരന്മാരുമായ അമാലേക്കർ എന്ന ഗോത്രവർഗക്കാർ പാർത്തിരുന്നത്. അവർ ഇസ്രായേലോട് യുദ്ധം ചെയ്തപ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അമാലേക്കരെ പരാജയപ്പെടുത്തുന്നു. അതുമാത്രമല്ല, മോശയുടെ അമ്മായപ്പനായ ഇത്രോ മോശയുടെ ഭാര്യയോടും പുത്രന്മാരോടും കൂടെ ഈ പർവ്വതത്തെങ്കിൽ മോശയുടെ അടുത്ത് വന്നു. ദൈവം ചെയ്ത എല്ലാ അത്ഭുത പ്രവർത്തികളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് ഹോമയാകവും ഹനനയാകവും ഇവിടെ വെച്ച് കഴിക്കുകയുണ്ടായി. പിളർന്ന പാറയിൽ നിന്നും കുടിച്ച് തൃപ്തരായ ജനങ്ങൾ ചെങ്കുത്തായ പ്രദേശത്തിൽ കൂടെയും ഇടുങ്ങിയ പാറ ഇടുക്കുകളിലൂടെയും അവരുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. അവർ എത്തിച്ചേർന്ന ഏറ്റവും പരിപാവനമായ സ്ഥലമായിരുന്നു മൗണ്ട് സീനായി. ഈ സീനായി പർവ്വതത്തിന് അടിവാരത്തും പർവ്വതത്തിന്റെ കൊടിമുടിയിലും വെച്ച് സംഭവിച്ച മഹത്തായ സംഭവത്തെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയ യഥാർത്ഥ സീനായ് പർവ്വതം കാണുവാൻ മറക്കരുത്.